ഹലോ ഫ്രണ്ട്സ്, ടീച്ചിങ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്നാൽ ടീച്ചിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെക്ചർ, ഡിസ്കഷൻ, റോൾ പ്ലേ അങ്ങനെയുള്ള മെത്തേഡ്സ് അല്ലേ, ഇതുപോലുള്ള തന്ത്രങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, മോഡൽസ് ഓഫ് ടീച്ചിങ്. എ മോഡൽ ഓഫ് ടീച്ചിങ് ഈസ് plan or pattern that can be used to shape curricula, to design instructional materials and to guide instruction in the classroom and other settings. അതായത് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് കുട്ടികളിലേക്ക് ഒരു പാഠഭാഗം എത്തിക്കേണ്ടത്, അതിനാവശ്യമായ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതുപോലെ ഗൈഡൻസ്, ഇതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അതിൻ്റെ ഒരു പ്ലാൻ അല്ലെങ്കിൽ പാറ്റേണിനെയാണ് എന്തെന്ന് പറയുക, മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുക. മലയാളത്തിൽ ഇതിനെ ബോധന മാതൃകകൾ എന്ന് പറയും. ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇതൊരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തായിരിക്കും ഇത് കാണുന്നത്. അതായത് ഓരോ പാഠഭാഗത്തിനും അതിൻ്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കാണും. ചിലതിന് ക്രിയേറ്റിവിറ്റി ഡെവലപ്മെൻറ്റ് മാത്രമായിരിക്കും, ചിലതിന് നോളജ് അക്വയർമെൻറ്റ് മാത്രമായിരിക്കും. അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സിനൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ ടീച്ചിങ് മോഡൽസും എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. Teaching models are just instructional designs. They describe the process and producing particular environmental situations which cause the students to interact in such a way that specific change occurs in his behavior. അതായത് ഇതൊരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേണേഴ്സിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന വിധത്തിൽ ഏത് എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്ത് വേണം കുട്ടികളിലേക്ക് ലെസൺസ് അല്ലെങ്കിൽ അതിലെ ഒബ്ജക്റ്റീവ്സ് എത്തിക്കേണ്ടത് എന്നാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കുക. ഈച്ച് മോഡൽ റെപ്രസെൻറ്റ് വൺ വ്യൂ ഓഫ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് ബി ലേൺ ഓർ ടോട്ട്. അതായത് ഓരോ മോഡൽസും, ഈ ടീച്ചിങ് മോഡൽസും ഏതാണ് പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത്, എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ജനറൽ അപ്രോച്ചസ് ടു ടീച്ചിങ് ഇൻ ദാറ്റ് ദേ ആർ ഡിസൈൻഡ് ടു റിയലൈസ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് പലതരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സും സ്ട്രാറ്റജീസും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അവയൊക്കെ ഒരു ജനറൽ അപ്രോച്ചാണ്. പക്ഷേ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഈ ജനറൽ അപ്രോച്ചുകളിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. കാരണം ഇവ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഡിസൈൻ ചെയ്തിട്ട് അത് കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ദാറ്റ് ലീഡ്സ് ടു സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കംസ്. സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കംസ് കിട്ടുന്നതിനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് എന്തെന്ന് പറയുന്നത് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്. അടുത്തത്, a large number of models of teaching were developed from different sources like classroom situations, research in psychology and training, therapists, theorists, etc. അതായത് ക്ലാസ് റൂം സിറ്റുവേഷൻസ്, സൈക്കോളജി റിസർച്ചുകൾ, തിയറികൾ, അങ്ങനെയുള്ള പല സോഴ്സുകളിൽ നിന്നുമാണ് ഈ ടീച്ചിങ് മോഡൽസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ടീച്ചിങ് മോഡൽസ് ഉണ്ട് താനും. നെക്സ്റ്റ്, ഇറ്റ് സ്പെസിഫൈ ദ കരിക്കുലം, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, ടീച്ചർ പീപ്പിൾ റിലേഷൻഷിപ്പ് എക്സെട്ര. അതായത് ഇത് കരിക്കുലത്തെയും ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിനെയും ടീച്ചർ പീപ്പിൾ റിലേഷൻഷിപ്പിനെയും എന്ത് ചെയ്യുന്നു, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ടീച്ചിങ് മോഡലാണ്. ഒരു ടീച്ചിങ് മോഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സയൻറ്റിഫിക് പ്രൊസീജിയർ ആണ്, സ്പെസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഔട്ട്കം, സ്പെസിഫിക്കേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് ക്രൈറ്റീരിയൻ ഓഫ് പെർഫോമൻസ്. സയൻറ്റിഫിക് പ്രൊസീജിയർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു കരിക്കുലം ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആണെങ്കിലോ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് ഡിസൈൻ ചെയ്യുകയാണല്ലോ ഈ ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്, സയൻറ്റിഫിക് ആയിട്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയപരമായിട്ടായിരിക്കണം ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, സയൻറ്റിഫിക് പ്രൊസീജിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടതാണ് ലേണിംഗ് ഔട്ട്കമ്മിനെയും എൻവയോൺമെൻറ്റിനെയും ക്രൈറ്റീരിയൻ ഓഫ് പെർഫോമൻസിനെയൊക്കെ ഇത് സ്പെസിഫൈ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇത് ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് ടീച്ചിങ് മോഡൽസ് ആണ്. ടീച്ചിങ് മോഡൽസിൻ്റെ ഫങ്ഷൻസ് ആണ്. Providing guidance, developing the curriculum, quality teaching, it creates suitable environment, it specifies instructional materials, it develops pupils' learning abilities.
ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കരിക്കുലം ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. ക്വാളിറ്റി ടീച്ചിങ്, അതായത് ടീച്ചിങ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇറ്റ് ക്രിയേറ്റ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു അത് എൻവയോൺമെൻറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നു എന്ന്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ടീച്ചിങ് പീപ്പിൾ ലേണിംഗ് എബിലിറ്റീസ്, കുട്ടികളുടെ ലേണിംഗ് എബിലിറ്റീസിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഡിസൈൻസ് പ്രോപ്പർ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ലേണേഴ്സിൻ്റെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് കൺസിഡേഴ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇവർ കൺസിഡർ ചെയ്യണമല്ലോ, എങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു നല്ല കരിക്കുലമൊക്കെ എല്ലാ കുട്ടികൾക്കും യോജിക്കുന്ന തരത്തിലുള്ള കരിക്കുലമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഇറ്റ് സ്പെസിഫൈസ് ദ സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ സ്ട്രാറ്റജീസിനെ ഇവർ സ്പെസിഫൈ ചെയ്യുന്നു. ഇറ്റ് സ്പെസിഫൈ ദ ലേണിംഗ് ഔട്ട്കമ്മിനെ ഇവർ സ്പെസിഫൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ലേണിംഗ് ഒബ്ജക്റ്റീവിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അത് എങ്കിൽ മാത്രമേ ലേണിംഗ് ഔട്ട്കമ്മും അതുപോലെ കിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടിനെയും അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് ടീച്ചിങ് മോഡൽസ്. ഇത് തന്നെയാണ് ടീച്ചിങ് മോഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ടീച്ചിങ് മോഡൽസിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണ്. നോക്കിക്കേ, ഫോക്കസ്, സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ, ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ്, നർച്ചറൻ്റ് എഫക്ട്സ്. ഇത്രയാണ് ഇതിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കിത് ഓരോന്നും എന്താണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫോക്കസ് മീൻസ് ഒബ്ജക്റ്റീവ് സെൻട്രൽ കമ്പോണൻറ്റ്. അതായത് ഇത് ഈ ഫോക്കസ് എന്ന് പറയുന്ന ടീച്ചിങ് മോഡലിൻ്റെ സെൻട്രൽ കമ്പോണൻ്റ് ആണ്. ഓക്കെ, അത് എന്താണ് മീൻ ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ലേണറിൽ ലഭിക്കേണ്ടത് എന്നാണ് അവർ മീൻ ചെയ്യുന്നത് ഈ ഫോക്കസ് എന്നതുകൊണ്ട്. നെക്സ്റ്റ്, സിൻടാക്സ് ഈസ് ദ സ്റ്റെപ്പ് സീക്വൻസ്ഡ് ഇൻ എ മോഡൽ. ഈച്ച് മോഡൽ ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റെപ്പ്. അതായത് ഇതൊരു സീക്വൻഷ്യലായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇതെന്താണ്, ഓരോ മോഡൽസിനും ഓരോ സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, പിന്നീട് എന്താണ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർഡർ ഉണ്ടല്ലോ, അതാണ് ഈ സീക്വൻഷ്യൽ സ്റ്റെപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ സിൻടാക്സിൽ. നെക്സ്റ്റ്, സോഷ്യൽ സിസ്റ്റം ഡിസ്ക്രൈബ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ടീച്ചർ ആൻഡ് ദ പീപ്പിൾ ആൻഡ് ദെയർ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. അതായത് ടീച്ചേഴ്സിൻ്റെയും ലേണേഴ്സിൻ്റെയൊക്കെ ആക്ടിവിറ്റീസും മറ്റും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പാർട്ടാണിത്. അവരുടെ മ്യൂച്വൽ റിലേഷൻഷിപ്സൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇതിലൂടെ കഴിയും. അതായത് ഇപ്പോൾ ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മോഡലാണെങ്കിൽ ടീച്ചറായിരിക്കും ആക്ടിവിറ്റീസിൻ്റെ സെൻട്രൽ പാർട്ട്. അതുപോലെ ലോ സ്ട്രക്ചേർഡ് മോഡലാണ് എങ്കിൽ ലേണേഴ്സ് ആയിരിക്കും. അതുമല്ല, മോഡറേറ്റ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മോഡലാണെങ്കിൽ ടീച്ചറിനും ലേണറിനും ഒരേ ആക്ടിവിറ്റീസിൽ ഒരേ പരിഗണനയായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, സപ്പോർട്ട് സിസ്റ്റം provides facilities to the teacher and students to successfully implement the strategies of teaching. Additional requirements other than the usual human skills or capacities of the teacher. അതായത് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സിന് സഹായകമാകുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം എന്താണ് ഈ സപ്പോർട്ട് സിസ്റ്റത്തിൽ വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിലിം കാണിക്കുക, വിസിറ്റ് എ പ്ലേസ്, ഏതെങ്കിലും ഒരു പ്ലേസ് പ്രധാനപ്പെട്ട ആ ഒരു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും തരത്തിൽ നമുക്ക് അറിയേണ്ട കാര്യമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോവുക, അങ്ങനെയുള്ളത്. പിന്നെ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുക, അതൊക്കെ എന്താണ് ഈ സപ്പോർട്ട് സിസ്റ്റമാണ്. അതായത് ലേണിങ്ങിന് സഹായിക്കുന്ന, പ്രോസസ്സിനെ സഹായിക്കുന്ന സപ്പോർട്ടായിട്ടുള്ള എല്ലാം എന്തിൽ വരും? സപ്പോർട്ട് സിസ്റ്റത്തിൽ വരും. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ മീൻസ് ദ റിയാക്ഷൻ ഓഫ് ദ ടീച്ചർ ടു ദ റെസ്പോൺസ് ഓഫ് ദ ലേണേഴ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചറിൻ്റെ റിയാക്ഷന് ലേണർ റെസ്പോണ്ട് ചെയ്യുന്നതിന് ചില പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ലെസൺ പ്ലാനൊക്കെ എഴുതുമ്പോഴാണെങ്കിൽ കൂടി നമ്മൾ ടീച്ചറായിട്ടുള്ള നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടി എന്തായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്ന് നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്ത് വെക്കും. അതിന് കുറച്ച് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചർ ചോദിക്കുന്നതിന് ഇന്നതായിരിക്കും കുട്ടികൾ എക്സ്പെക്റ്റ് പറയുക എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ്. ഡയറക്റ്റ് എഫക്ട്സ് ആണ്. എഫക്ട്സ് ഓഫ് എ ലെസൺ ആസ് പർപ്പസ്ഫുള്ളി എൻവിസേജ്ഡ് ബൈ ദ ടീച്ചർ. അതായത് ഈ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എഫക്റ്റ് ആയിരിക്കും. അതായത് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന, ടീച്ചർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അതിനനുസരിച്ച് കുട്ടിയിൽ നിന്നുണ്ടാകുന്ന ഒരു ഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതാണ് എന്തിൽ വരിക? ഇൻസ്ട്രക്ഷണൽ എഫക്റ്റിൽ വരുന്നത്. നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പഠിപ്പിക്കുന്നത് കുട്ടിക്ക് മനസ്സിലായോ എന്നുള്ളതൊക്കെ. അതാണ് ഡയറക്റ്റ് എഫക്റ്റിൽ വരിക.
നെക്സ്റ്റ് നർച്ചറൻറ്റ് എഫക്ട്സ്. ഇൻഡയറക്റ്റ് എഫക്ട്സ് ആണ്. എഫക്ട്സ് ദാറ്റ് മൈറ്റ് ഹാപ്പൻ ആസ് എ ബൈ പ്രോഡക്റ്റ്. ഇതെന്ന് പറയുമ്പോൾ നേരത്തെ ഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നുവെങ്കിൽ ഇവിടെ ഇൻഡയറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ കുട്ടിക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചത് കൊണ്ട് കുട്ടിക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ എന്താണ് തോന്നിയത്, എന്താണ് അവന് മനസ്സിലായത് എന്നതൊക്കെ അവൻ്റെ കയ്യിലാണ്. നമുക്ക് ചിലപ്പോൾ അത് ഡയറക്റ്റായിട്ട് മനസ്സിലാവില്ല. അത് അവന് വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കും അത് അറിയാൻ പറ്റുക. അപ്പോൾ അത് ഇൻഡയറക്റ്റായിട്ട് ഉള്ള ഒരു എഫക്റ്റാണ്. ഇതാണ് നർച്ചറൻ്റ് എഫക്റ്റ് എന്ന് പറയാം. നമ്മളറിയാണ്ട് അവരിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, ഇത്രയാണ് എന്തെന്ന് പറയാം, ടീച്ചിങ് കമ്പോണൻറ്റ്സ്, അതായത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്, പ്രധാന കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഇന്ന് നമ്മളെടുത്ത ടോപ്പിക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.